വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ദാ നമ്മൾ വീണ്ടും പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ തിരുവനന്തപുരം നിവാസികൾക്ക് പുത്തരിക്കണ്ടവും അതുപോലെ തന്നെ നമ്മുടെ കനകക്കുന്നും എല്ലാ ദിവസവും അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇങ്ങോട്ടൊക്കെ വരാതിരിക്കുന്നത് അല്ലേ. അപ്പം ഇപ്രാവശ്യം വന്നത് ദേ കുടുംബശ്രീ അങ്ങാടി എന്നും പറഞ്ഞുകൊണ്ട് കുടുംബശ്രീ കൂട്ടായ്മകൾ ചേർന്ന് നടത്തുന്ന ഒരു ചെറിയൊരു സ്റ്റോളിലേക്കാണ് കേട്ടോ. അപ്പം പുത്തരിക്കണ്ട മൈതാനത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും പൊന്നൂസും കൂടെയാണ് കേട്ടോ വന്നത്. അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ അവരുടെ ആർട്ട് വർക്കും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ അവർ തന്നെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഹാർപ്പിക്ക്, ഫ്ലോർ ക്ലീനർ, സോപ്പ് അലോവേരയുടെ സോപ്പൊക്കെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഇത് കണ്ടോ, ഇത് ഒരുപാട് നമ്മുടെ ഈ കുട്ടീസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഒരുപാട് ആർട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ക്യാൻവാസ്, അതുപോലെ തന്നെ അതേ സ്ലൈഡ്, മാല, കള, കമ്മല് എന്ന് വേണ്ട എല്ലാം തന്നെ യുണീക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതേ ഈ ഗിഫ്റ്റ് ബോക്സുകളിലെ പ്രത്യേകിച്ച് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ള മുസ്ലിം വെഡ്ഡിങ്, അവരുടെ എൻഗേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ കൊടുക്കുന്ന ബാസ്ക്കറ്റ് ഒക്കെയാണ്. പക്ഷെ ഇപ്പൊ അത് എല്ലാവരും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അതേ പനയോലയിലും അതുപോലെ തന്നെ മുത്തുകൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പല സംഭവങ്ങൾ, പൂക്കൂട അതുപോലെയുള്ളത്. പിന്നെ കളിമണ്ണിന്റെ ഗ്ലാസ്, നമ്മൾ പുകയ്ക്കുന്നത്, വിൻചൈം, മാല, പിന്നെ കുറെ മുത്തുമാലകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ സോഫ വിരികളും മറ്റുമൊക്കെ. അതുകൂടാതെ നമ്മുടെ ഈ തടികളിൽ ഉണ്ടാക്കിയ വിവിധ തരം ഉൽപ്പന്നങ്ങൾ കേട്ടോ. വിവിധ തരം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്ലവർ വേസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് അവര് തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നി. ഇതേ കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് അറിയാമോ ഓരോന്നും കാണാനായിട്ട്. ആ ഫ്ലവർ വേസ് കണ്ടോ, അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ആ ഫ്ലവർ വേസ് ഒരാൾ വാങ്ങുകയും ചെയ്തു കേട്ടോ. ഇതേ കണ്ടോ, ഇതാണ്. നമുക്ക് പൂക്കളൊക്കെ മാറ്റിയും തിരിച്ചും ഒക്കെ വെക്കാം. പിന്നെ എല്ലാ ഇതിലും കാണും പോലെ തുണിക്കടകളിലെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത് മിക്കയിടത്തും ഇവര് തന്നെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന അങ്ങനത്തെ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടോ, നൈറ്റീസ് ഒക്കെ അവര് തന്നെ തുണി എടുത്ത് തയ്ക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബശ്രീ 1998 മെയ് 17 സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയ സാമ്പത്തിക സാമൂഹിക ശാക്തീകരണത്തിലൂടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ഒരു ഇത് മുൻനിർത്തിക്കൊണ്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. അത് വേറൊന്നും അല്ല കേട്ടോ. വലിയ വലിയ കടുകട്ടി വാക്കുകൾ കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, പലർക്കും അറിയായിരിക്കും. അതായത് ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഒരു സ്ഥലത്തിന്റെ ഒരു ഉന്നമനം എന്ന് പറയുന്ന അവിടത്തെ ആ പ്രദേശത്തെ സ്ത്രീകളിലൂടെയാണെന്നും ആ സ്ത്രീകളെ ശാക്തീകരിച്ചുകൊണ്ട് ആ സ്ത്രീകളിൽ ഉള്ള കഴിവുകളെ ഉയർത്തിയെടുത്തുകൊണ്ട് വന്ന് അവർക്ക് വേണ്ട പിന്തുണകൾ നൽകിക്കൊണ്ട് സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അവരെ ഉയർത്തിക്കൊണ്ട് വരുന്നതിലൂടെ നാടിന്റെ തന്നെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരു 99.99% അതിന് നമ്മുടെ ഈ കുടുംബശ്രീക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതവർ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. കാരണം ഈ സ്റ്റോളുകളിൽ നിന്ന് തന്നെ നമുക്കത് പലതും വ്യക്തമാവും. കാരണം പണ്ട് നമ്മൾ ഇത്തരം സ്റ്റോളുകളിൽ പോകുമ്പോൾ ഏറ്റവും അധികം കണ്ടിരുന്നത് ചിലപ്പോൾ കൂടിപ്പോയ ചില സാധനങ്ങളൊക്കെ അച്ചാറുകളോ അല്ലെങ്കിൽ ഈ തുണി തയ്ക്കുന്നതോ മാത്രമായിട്ട് സ്ത്രീകളുടെ മേഖലയായിട്ട് മാറുകയും ബാക്കിയെല്ലാം പുരുഷന്മാര് ചെയ്യുന്നതും ആണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ ഞാനൊരു ഫെമിനിസം പറയുന്നതല്ല, പക്ഷെ ഇന്ന് നമുക്ക് അതല്ല നമ്മൾ കാണുന്ന കാഴ്ച. എല്ലാ മേഖലകളിലും പുരുഷന്മാരെ പോലെ തന്നെ സമത്വത്തോടുകൂടി സ്ത്രീകളും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഹാർഡ് ആയിട്ടുള്ള വർക്കുകളിലായാലും ലൈറ്റ് ആയിട്ടുള്ള വർക്കുകളായാലും അവർക്കും പറ്റും എന്ന് അവര് കാണിച്ചിട്ടുണ്ടേ. നമ്മളെ മറ്റ് വെളിയില് കൂടുതലായിട്ട് അവൈലബിൾ അല്ലാത്ത കുറെ ഐറ്റങ്ങൾ ഈ സ്റ്റാളിലുണ്ട്. അതായത് ചെറിയ നെല്ലിക്ക അച്ചാർ, അതിന്റെ സാമ്പിൾ അത് അരിനെല്ലിക്കല്ല, കാട്ടു നെല്ലിക്കയുടെ ചെറുത്. ഇതെല്ലാം വലുതല്ലേ ചെറുത്. പിന്നെ ചുക്ക് കാപ്പിപ്പൊടി, എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, എക്സ്പോർട്ട് ചെയ്തായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ മരച്ചീനി പപ്പടം, ഇത് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇടിച്ചക്കയുടെ ചമ്മന്തിപ്പൊടിയുണ്ട്. ഇതും ഇവിടെ മറ്റ് സ്റ്റാളുകൾ
സ്റ്റാളുകളിൽ ഒന്നും തന്നെ അവൈലബിൾ അല്ല. പിന്നെ ഉള്ളത് ഉണങ്ങിയ നാരങ്ങ, ഇതൊക്കെ ബ്രാഹ്മണർ ഉണ്ടാക്കുന്ന ഐറ്റങ്ങളാണ്, അവരുടെ കുടുംബശ്രീയിലുള്ള ഐറ്റങ്ങളാണ്. പിന്നെ ഉള്ളത് കാന്താരി അച്ചാർ. കാന്താരി അച്ചാർ എന്ന് പറയുന്നത് കാന്താരി വേറെ സ്ഥലങ്ങളിൽ ഇവിടെ സ്റ്റാളുകളിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇരുമ്പൻ പുളിയുടെ അച്ചാറുണ്ട്. ഇരുമ്പൻ പുളിയാണ് നമ്മളെ ചെറിയ അത് പുളിഞ്ചിക്ക, അതിൻ്റെ അച്ചാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടതാണ് കുമ്പളങ്ങ അച്ചാർ. കുമ്പളങ്ങ ആരും അങ്ങനെ അച്ചാറാക്കാറില്ല. എന്ന് പറഞ്ഞാല് നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു മെഡിസിനൽ അച്ചാറാണ്. പിന്നുള്ളത് നമ്മുടെ ലോലോലിക്ക. അതിപ്പം ഇത് ഇപ്പോഴും നമ്മുടെ അസുഖത്തിന് ലോലോലിക്ക നന്നായിട്ട് കഴിക്കണമെന്നാണ് പറയണത്. ഇതിന്റെ ജ്യൂസ് സർബത്തൊക്കെ, അപ്പൊ അതിന്റെ അച്ചാറുണ്ട്. ഇതെല്ലാം തന്നെ വിനാഗിരിയല്ല, ഇതിൽ നല്ലെണ്ണയാണ് നമ്മൾ ചേർത്ത് ചെയ്യണം. വിനാഗിരി കൊണ്ട് വളരെ കുറച്ച് മാത്രം ബോട്ടിലൊക്കെ കഴുകാനൊക്കെ വിനാഗിരി ഉപയോഗിക്കും. പിന്നെ നല്ലെണ്ണയാണ്. കാരണം വിനാഗിരി ഉപ്പും നമ്മൾ അച്ചാറിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചേ പറ്റും. അതേസമയം എണ്ണയാണെങ്കിൽ നമുക്ക് ഊറ്റിക്കളയാം, ആവശ്യത്തിന് ഉപയോഗിക്കാം, പിന്നെ ഊറ്റിക്കളയാം. ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്ത് ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി മില്ലറ്റ് ഐറ്റങ്ങളാണ്. മില്ലറ്റ് പ്രോഡക്റ്റുകളെല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. ഞങ്ങളുടെ ഒരു ടീമാണ്, KVK മിത്ര നികേതന്റെ ഒരു ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ പ്രോഡക്റ്റുകളാണ് ഇത്. അയൽക്കൂട്ടം കുടുംബശ്രീ, ഇത് എന്റെ കുടുംബശ്രീ എന്ന് പറയുന്നത് വാമനൂർ പഞ്ചായത്താണ്. ഇത്രയും പുതിയ ഐറ്റങ്ങളും ഈ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ നോൺ വെജ് ആണെങ്കിലും മീനിൽ പല ഐറ്റങ്ങളുണ്ട്. ചെമ്മീനുണ്ട്, കണവയുണ്ട്, ചൂരയുണ്ട്, പിന്നെ നമ്മുടെ കേരച്ചൂരുണ്ട്. ഇതെല്ലാം കടകളിൽ അവൈലബിൾ ആണ്. ഇത് കൂടുതൽ എക്സ്പോർട്ടിൽ പോകുന്നതാണ്. അച്ചാറുകൾ ഞങ്ങൾക്ക് കിയോസ്ക് ഉണ്ട്, കുടുംബശ്രീയുടെ വാമന പഞ്ചായത്തിൽ കല്ലറയാണ് അവിടെ. ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ ചുക്കാപ്പി പൊടിയാണ്. അതിൽ ഒരു 2 തുളസി ഇലയോ ഒരു പനിക്കൂർക്ക ഇലയോ ഇട്ടിട്ട് തിളപ്പിച്ച് നമുക്ക് 1 കപ്പ് വെള്ളത്തിലിട്ട് അത് കഴിഞ്ഞാൽ രാവിലെയുള്ള തൊണ്ടയുടെ കനനപ്പൊക്കെ മാറി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് ലോലോലിക്ക് അച്ചാറാണ്, ചുവന്ന നെല്ലിക്ക. പറഞ്ഞ അപ്പൊ ഇതൊന്നും ഇതൊക്കെ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളാണ്. ഇത് ഇവിടെ തന്നെ കൊണ്ടുവന്നപ്പം ആൾക്കാർക്ക് ടേസ്റ്റ് നോക്കണം പറഞ്ഞ് അങ്ങനെ പൊട്ടിച്ചതാണ്. ഇതാണ് ചെറിയ നെല്ലിക്ക, കാട്ടുനെല്ലിക്ക. അരിനെല്ലിക്കല്ല, കുഞ്ഞു കാട്ടുനെല്ലിക്ക. അല്ല, ഇത് എനിക്ക് ഞാൻ ഓഫീസുകളില് ബാങ്കുകളില് ഒക്കെ കൊടുക്കുന്നുണ്ട്. മേള എന്ന് അറിഞ്ഞത് ഇത് തുടങ്ങുന്നതിന്റെ തലേ സ്വന്തമാക്കിയാണ് ഞാൻ അറിഞ്ഞത്. ഇത് അതിനു വേണ്ടി റെഡിയാക്കിയല്ല, ഇതെല്ലാം തന്നെ ഓഫീസുകളുടെ ഇതിനു വേണ്ടി റെഡിയാക്കിയതാ. അത് ചേച്ചി അങ്ങനെ ഞങ്ങൾക്ക് നെടുമങ്ങാട് ഒരു ഷോപ്പുണ്ട്, നെടുമങ്ങാട് ടൗൺ ഹാളിൽ ലേഡീസ് ലോഞ്ച്. അവിടെ തന്നെ മില്ലുണ്ട്, അവിടെ തന്നെ പൊടിക്കും സാധനങ്ങൾ. പൊടിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ എടുത്ത് അടുത്ത സ്നാക്ക് പോയിന്റ് ഉണ്ട്. ഈ ചമ്മന്തി പൊടി നമ്മൾ സാധാ ചോറിന്റെ ചമ്മന്തി പൊടി പഴയ ആ ടേസ്റ്റില്. ഇത് നമ്മൾ മില്ലിൽ ചേർക്കുന്നതല്ല, നമ്മൾ കൈകൊണ്ട് ചേർക്കും. ബ്രാഹ്മിൻസ് ഉള്ള ഏരിയയിൽ കിട്ടും. പിന്നെ ഇതൊക്കെ നമ്മള് ഈ അവലോസ് പൊടിയൊക്കെ തന്നെ മില്ലിൽ ചേർക്കണതല്ല, നമ്മൾ പൊടിച്ച് അരി പൊടിച്ചുകൊണ്ട് നമ്മൾ തന്നെ വറുക്കണതാ. അതുകൊണ്ട് ആ പഴയ ടേസ്റ്റ് അങ്ങനെ നിൽക്കും. ഈ സ്റ്റോളിൽ ഇല്ലാത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ അന്ന് പറയാം. കാരണം നമ്മൾ വെറുതെ കളയുന്ന എല്ലാ സാധനങ്ങളും അവരിതേ എടുത്ത് ഓരോന്നും ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ദാ സമ്പാദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേ ഒരു ചെറിയൊരു മെഡിക്കൽ ചെക്കപ്പിന്റെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ദാ സ്നാക്സുകളും അതുപോലെ തന്നെ ദാ ജ്യൂസും ഒക്കെ. ദാ പൊന്നുകുട്ടിയാണെങ്കിൽ ജ്യൂസൊക്കെ എടുത്ത് അപ്പോഴും തന്നെ ടേസ്റ്റ് നോക്കി പറഞ്ഞു നടക്കുകയാണ് കേട്ടോ. ആശാത്തിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം പിന്നെ ദാ മുളക് പൊടി ആസ് യൂഷ്വൽ എല്ലാവർക്കും
എല്ലായിടത്തും സ്ത്രീകൾ ചെയ്യുന്ന പോലെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടി വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസിന്റെ ഒരുപാട് കളക്ഷൻസും സെലക്ഷൻസും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലെ കുറേയൊക്കെ കമ്മലും കാര്യങ്ങളും ഒക്കെ അവര് തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞായിരുന്നേ. പിന്നെതാ ഇത് ഇല്ലാത്തതായിട്ട് യാതൊന്നും ഇല്ല ഇവിടെ. നമുക്ക് ഈ ബ്യൂട്ടി, അതായത് നമ്മുടെ ആക്സസറീസ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. തലയിലും കയ്യിലും കാലിലും ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അതേ വിത്തുകളും മറ്റുമൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു സ്റ്റാള്. കൂടുതലും ഭക്ഷണം, സ്ത്രീകളായതുകൊണ്ട് തന്നെ ഭക്ഷണപരമായിട്ടുള്ള സാധനങ്ങളായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതലുള്ള ഇതെന്തോന്ന് വെച്ചാൽ എല്ലാം മറ്റേ നമ്മുടെ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഈ സ്റ്റോള് കണ്ടോ, ഇവിടെയാണെങ്കിൽ കുറേ പൊന്നൂസ് കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. കാരണം മോതിരങ്ങള്, അതുപോലെ തന്നെ നോസ്പിൻസ് ഇല്ലേ, മൂക്കുത്തി, അതൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഓരോരുത്തരും ഇട്ടുകൊണ്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെയൊക്കെ മൂക്കുത്തികളും മോതിരവും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല അടിപൊളി കളക്ഷനിലുള്ള സാരി, വള, മാല, ഇതൊക്കെ ഇപ്പം ഗോൾഡിലും ട്രെൻഡാണ്, ആ മോൾ എടുത്തതുപോലത്തതൊക്കെ. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കുറെ നാളായിട്ട് നമ്മുടെ തിരുവനന്തപുരം നന്നായിട്ട് ചൂടെടുത്ത് ചുട്ടുപഴുത്ത് കിടക്കായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഈ പ്രോഗ്രാമിനോട്ട് കയറുന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് മഴയും തുടങ്ങി കേട്ടോ. അപ്പൊ പെരുമഴ. മിക്ക സ്റ്റോളുകാരും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളാണോ ഈ മഴ കൊണ്ടുവന്നേന്ന്? ചെറുതായിട്ട്. അപ്പൊ ഇത് കണ്ടോ, സാധാരണ നമ്മൾ വാസലിൻ ഉപയോഗിക്കില്ലേ, അത് പെട്രോളിയം ജെല്ലി അല്ലേ, അതിന് പകരമായിട്ട് ഇത് ഹണി വാക്സിലെ അതെടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു വാസലിൻ പോലെ, മോയ്സ്ചറൈസർ പോലെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അത് സ്നാക്സ് ഉണ്ടാക്കാൻ ആരും വീട്ടമ്മമാരെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അപ്പൊ സ്നാക്സിന്റെ ഒരു വെറൈറ്റി കളക്ഷൻസ്, നൈറ്റികൾ, അതുപോലെ ഈ സൈഡിൽ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുറേ പേപ്പർ കട്ടൗട്ടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുടുംബശ്രീയുടെ തുടക്കം മുതലുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ തന്നെ ഉപവിഭാഗമായിട്ടുള്ള ബാലസഭ പോലെയുള്ള കാര്യങ്ങളുടെ അതിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് കേട്ടോ. അതെ, പിന്നെ ഈ കളക്ഷൻസ് കണ്ടോ, ഇതെല്ലാം മൺപാത്രങ്ങളും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഉരുളി, അതില് പെയിന്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നല്ല രസമുണ്ട്, ഇങ്ങനെ പൂവൊക്കെ ഇട്ട് വെക്കാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വിളക്ക് കണ്ടോ, തൂക്കുവിളക്ക്, മണ്ണ് കൊണ്ടുള്ളതാണ്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ക്ലീൻ ചെയ്യാനും പാടുപെടണ്ട, ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നു പേടിക്കുകയും വേണ്ട. പിന്നെ ഇത് വായിച്ച് വളരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും. എനിക്ക് കണ്ടിട്ട് തോന്നി നമ്മുടെ പാളയത്ത് അവിടെയുള്ള ആ ബുക്ക് സ്റ്റാൾ ആണെന്ന് തോന്നി. ഇവിടെയും അവരുടെ ഒരു ഇതുണ്ടായിരുന്നു, സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ അതേ അടിപൊളിയായിട്ട് തുണികളൊക്കെ തച്ചിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ തൊട്ടിപ്പുറത്ത് കണ്ട നമ്മളെ മാധുക്കുട്ടനെ ഇപ്പോഴാണ് മിസ് ചെയ്തത്. ഞാനും പൊന്നും കൂടെയാണ് കേട്ടോ ഇതിന് വന്നത്. മാധുവിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൂടുതൽ ഇഷ്ടം. കളറിൽ മുക്കിയ കുഞ്ഞിക്കോഴികളും കിളികളും ഒക്കെ ആയിട്ട്, കോഴിയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പൊ ശരിക്കും മാധുവിനെയൊക്കെ മിസ് ചെയ്തു. അപ്പൊ വീഡിയോ ഫുള്ള് കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.